ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മുന, നമ്മുടെ ഉമ്മയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആലിമത്താണ്, പണ്ഡിതയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു അടക്കം, മുസ്ലിം ഇബ്നു യസാർ എന്നവരടക്കം പ്രഗത്ഭരായ താബിഈങ്ങൾ മഹദിയിൽ നിന്ന് കേട്ടുപഠിച്ച എത്രയോ ഹദീസുകളുണ്ട്, ഫിഖഹിന്റെ മസ്അലകളുണ്ട്. ഒരു 18 വയസ്സ് വരെ ഹബീബിന്റെ കൂടെ നടന്ന ഒരു കുസൃതി കാലമേ നമുക്ക് ആയിഷ ബീവിയും തങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ നമുക്ക് ഹദീസിൽ കാണുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും 40 വയസ്സ് വരെ ജീവിച്ച് 60 വയസ്സ് വരെ ജീവിച്ച് വഫാത്തായ മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. 60 വയസ്സുണ്ട് വഫാത്താകുന്നത്. നമ്മൾ 18 വയസ്സ് വരെയുള്ള ഹദീസേ നമുക്ക് കാണുള്ളൂ. അതിനുശേഷം മഹദിയുടെ ഒരു പാണ്ഡിത്യത്തിൻ്റെ ജീവിതമുണ്ട്. തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നെ ഇൽമിന് വേണ്ടി മഹദി ഇരുന്നതാണ്, ജനങ്ങൾക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കാൻ. ഹിജാബ് വെച്ചിട്ട് ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സ്വഹാബിമാർ മസ്അലകൾ വന്ന് ചോദിച്ചു പഠിക്കുമായിരുന്നു. അങ്ങനത്തെ പണ്ഡിതയാണ് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ, അസ്മാ ബീവിന്റെ മോനാണ്, ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിന്റെ മകൻ സുബൈർ ഇബ്നുൽ അവ്വാം എന്ന ഹവാരി റസൂലില്ലാ, സുബൈരിൻ തുൽഹത്തിൻ വ അബി ഉബൈദ എന്നൊക്കെ ബുസ്രി ഇമാം പാടിയ സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരിൽ തങ്ങൾ പേരെടുത്ത് പറഞ്ഞ ഒരു മഹാനുകൂടിയാണ് അസ്മാ ബീവിയുടെ പുതിയാപ്പിള സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അവരുടെ മകൻ ഉർവത്ത് ബിൻ സുബൈർ എന്നവര് കാല് മുറിക്കപ്പെട്ട് വലിയൊരു പരീക്ഷണത്തിന് വിധേയനായ താബിഈയാണ്. മഹാനവറുകൾ ആയിഷ ബീവിയോട് പറയുമായിരുന്നു, മാ അജബു മിൻ ഇൽമികി ബികിതാബില്ലാഹി വലാ ബിസുന്നതി റസൂലില്ലാഹ്. ഉമ്മ, ആയിഷ ബീവിയെ ഉമ്മ എന്നാ വിളിക്കുക. അവരും അവരുടെ അനുജൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരും റളിയല്ലാഹു ഒരു സ്വഹാബിയാണ്. മദീനയിൽ ആദ്യം പ്രസവിക്കപ്പെട്ട മോനാണത്. ആയിഷ ബീവിയെ തന്നെ ഉമ്മ അബ്ദില്ല എന്നാ പറയാം, അബ്ദുല്ലാന്റെ ഉമ്മ. ആയിഷ ബീവിക്ക് മക്കളൊന്നുമില്ല. പിന്നെ അബ്ദുല്ലാന്റെ ഉമ്മ എന്ന് പറയുമ്പോൾ ഈ അബ്ദുല്ല ആരാന്നറിയോ? ജ്യേഷ്ഠത്തിന്റെ മോന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അവരും ഉർവത്ത് ബിൻ സുബൈർ എന്നവരും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹിജ്റിലാണ് ഇന്ന് പഠിച്ചതും വളർന്നതൊക്കെ. അതുകൊണ്ട് അവരൊക്കെ ഉമ്മ എന്നാ വിളിക്കുക. ആയിഷ ബീവി പ്രസവിച്ച ഉമ്മയല്ല, എളാമയാണ്, എന്നാലും അങ്ങനെ വിളിക്കുക. യാ ഉമ്മ മാ അഅജബു മിൻ ഇൽമികി ബികിതാബില്ലാഹി വലാ ബിസുന്നതി റസൂലില്ലാഹ് വലാകിന്നി അഅജബു മിൻ ഇൽമികി ബിത്തിബ്. ആയിഷ ബീവി വിശുദ്ധമായ ഖുർആനും ഹദീസും അത് നിങ്ങൾക്കറിയും, നിങ്ങൾക്കതിൻ്റെ ഇൽമുണ്ട്. ആ ഇൽമിനെ പറ്റിയൊന്നും എനിക്കൊരു അത്ഭുതമല്ല. നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയായി ജീവിച്ച മഹദിയാണ്. പക്ഷേ കിതാബും സുന്നത്തൊക്കെ പഠിച്ചതിൻ്റെ പുറമെ നിങ്ങളിപ്പോ മെഡിസിനും മരുന്നും എഴുതി കൊടുക്കുന്നുണ്ടല്ലോ, എപ്പോഴാ ഡോക്ടറായത്? അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ്. വലാകിന്നി അഅജബു ബിഇൽമികി ബിത്തിബ്. നിങ്ങൾ എവിടെ നിന്നാ MBBS പഠിച്ചതെന്നൊക്കെ ചോദിച്ച പോലെ നിങ്ങൾ എവിടെ നിന്നാണ് ആയിഷ ബീവി മെഡിസിൻ പഠിച്ചത് എന്ന് ചോദിച്ചു ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ റളിയല്ലാഹു അൻഹു. അത് പഠിച്ചെടുത്തതാണ്. പെൺകുട്ടികളൊക്കെ പറയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറ്റൂല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആയിഷ ബീവി പണ്ഡിതയായി മാറിയത്. കല്യാണം കഴിച്ചതിന് ശേഷമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹാഫിളത്തായത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഹദീസ് പണ്ഡിതയായി മാറിയത്, മുഫസ്സിറത്തായി മാറിയത്, ഫഖീഹത്തായി മാറിയത് ഒക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അതിനുശേഷമാണ് വലിയ മുദരിസത്തായി സേവനം ചെയ്തത്. ഒക്കെ കല്യാണത്തിന് ശേഷം, തങ്ങളെ വിവാഹം ചെയ്തതിന് ശേഷമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്നൊക്കെ കേട്ടുകൊണ്ട് പഠിക്കാൻ തന്നെ ഒരുപാട് അവസരങ്ങളുണ്ട്, കണ്ടുപഠിക്കാൻ അവസരങ്ങളുണ്ട്, വായിച്ചു പഠിക്കാൻ അവസരങ്ങളുണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാ. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളാണൊരു കുടുംബത്തിന്റെ ആണിക്കല്ല്. വാപ്പമാർ, ആണുങ്ങൾ വീട്ടിലുണ്ടാവുന്ന സമയം കുറവായിരിക്കും. അവര് ജീവിതത്തിന്റെ തിരക്കിൽ ഓടുന്ന ആളുകളാണ്. അതുകൊണ്ട് മക്കളെ കാണുന്നതും അവരെ പരിചരിക്കേണ്ടതും അവർക്ക് അച്ചടക്കം പഠിപ്പിക്കേണ്ടതും ഉമ്മമാരെ നിങ്ങളുടെ ചുമലിൽ കിടക്കുകയാണ്. അതിനൊക്കെ തന്നെയാണ് നിങ്ങളുടെ കാലിന്റെ താഴെയാണ് സ്വർഗം എന്ന് പുണ്യനബി പറയാൻ കാരണം. നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി ഭയങ്കര ഡ്യൂട്ടിയാണ്. ഉമ്മയുടെ കാലിന്റെ താഴെയാണ് സ്വർഗം. ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ഇതിലും വലിയൊരു അനുഗ്രഹം ഇനി എന്ത് വേണം? ഒരു പ്രസവിച്ച പെണ്ണിന് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെ മുതൽ അവർ ഉമ്മയാണ്. ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമാണ് എന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ഉമ്മക്ക് ഇനി ഇതിലും വലിയ ഒരു സർട്ടിഫിക്കേഷൻ ഇനി എന്താ വേണ്ടത്? മാഷാ അല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ ഉറയ്യ,
ഉർവ എന്നവരെ സ്നേഹത്തോടെ ആയിഷ ബി വിളിച്ചിരുന്ന വാക്കാണ് ഉറയ്യ. ഉർവത്തിനെ ഒന്ന് തസ്ഗീർ ചെയ്യാന്ന് പറയാം. ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യംറദ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ രോഗിയായി മാറാറുണ്ട്, നബി തങ്ങൾക്ക് രോഗം വരാറുണ്ട്. വഇന്നൽ വുഫൂദ കാനത് തഫിദു അലൈഹി. അറേബ്യൻ ഉപദ്വീപിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഹബീബിനെ കാണാൻ വേണ്ടി യാത്രാ സംഘങ്ങൾ വരാറുണ്ട്, നിവേദക സംഘങ്ങൾ. ഒരുപാട് ഗോത്രങ്ങളുടെ തലവന്മാർ, നേതാക്കന്മാർ സംഘം സംഘമായി ഹബീബിനെ കാണാൻ വരാറുണ്ട്. അപ്പൊ ഹബീബിനൊരു പനിയോ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നിബിതങ്ങൾക്ക് വേണ്ടി പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കാറുണ്ട് അവരെ. ആ വരുന്നവരിൽ വൈദ്യന്മാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും. അവര് ഈ അസുഖത്തിന് ഇന്നതാണ് മരുന്ന് എന്നവർ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഹബീബിന്റെ അടുത്ത് ഏതെങ്കിലും സ്വഹാബിന്റെ അസുഖമുള്ള ആള്, അവർക്കുള്ള മരുന്ന് അവര് പറഞ്ഞു കൊടുക്കും. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേൾക്കും. ഭയങ്കര അത്ഭുതം. ഒരൊറ്റ റൂമായിരുന്നു. റൂമിന്റെ നടുവിലങ്ങ് കർട്ടൻ വിരിച്ചാൽ ഒരു സൈഡ് അടുക്കളയായി മാറി, ഒരു സൈഡ് ലിവിംഗ് റൂമാണ്. അപ്പൊ ഇവിടെ നിബിതങ്ങളും സ്വഹാബികളൊക്കെ ഇരിക്കുക. ആ കർട്ടന്റെ മറവിൽ ആയിഷ ബീവി ഇരിക്കുന്നുണ്ടാവും. അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടാവും, വസ്ത്രം അലക്കുന്നുണ്ടാകും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. അങ്ങനെയാണ് ഖൗല ബിൻതു സഅലബ റളിയല്ലാഹു അൻഹ നിബിതങ്ങളോട് ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ് എന്ന് പറഞ്ഞ് ഹബീബായ നിബിതങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു പരാതി പറഞ്ഞ ആ ചരിത്രം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഞാൻ കർട്ടന്റെ ഇപ്പുറത്തിരിക്കുന്നുണ്ട്, ഒരു റൂം, ഒരു കൊച്ചു റൂം. ആ റൂമിന്റെ ഇപ്പുറത്ത് വിരിവിരിച്ചിട്ട് ഞാൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. നബിതങ്ങളോട് സ്വന്തം ഭർത്താവ് തന്നെ ജാഹിലിയ്യ കാലത്ത് ത്വലാഖ് ചൊല്ലാൻ പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്, അൻസി അലയ്യ കദഹരി ഉമ്മി. ആ വാക്ക് ചൊല്ലി തന്നെ ത്വലാഖ് ചൊല്ലിയോ എന്ന് പേടിച്ച് അതിന്റെ മസ്അല അറിയാൻ വേണ്ടി നബിതങ്ങളോട് വന്ന് പരാതി പറഞ്ഞ ഖൗല ബീവി റളിയല്ലാഹു അൻഹ നിബിതങ്ങളോട് സംസാരിച്ച സംസാരം ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ആയിഷ ബീവി പറയാം, ഞാൻ അത്രയും മെല്ലെ പറഞ്ഞത്. അത് വളരെ മനോഹരമായൊരു ചരിത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖൗല ബീവിയെ കാണുമ്പോൾ അവസാന കാലം അവിടെ വഴിയിൽ നിന്നിട്ട് കുറേ നേരം ഖൗല ബീവിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് എല്ലാം തീർന്നിട്ടേ ഖൗല ബീവി എണീക്കുള്ളൂ, ഉമർ തങ്ങൾ എണീക്കുള്ളൂ. അപ്പോൾ ഉമർ തങ്ങളുടെ കൂടെയുള്ള ആളുകൾ പറയും, ഉമ്മാ നിങ്ങളൊന്ന് ഖലീഫയെ ഒന്ന് വിട്ടേക്കണം, ഒരുപാട് തിരക്കുള്ള ആളല്ലേ, നിങ്ങളിങ്ങനെ പഴയ കഥയും പറഞ്ഞ് അദ്ദേഹത്തിന്റെ സമയം കളയരുത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതദരി മൻ ഹാദിഹി, ആരാണ് ഈ ഉമ്മ, നിനക്കറിയോ? ആരുടെ വർത്തമാനാ ഞാൻ ഈ കേട്ടതെന്നറിയോ? ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. അല്ലാഹു കേട്ടു എന്ന് റബ്ബ് തആല ആരുടെ വർത്തമാനത്തെ കുറിച്ചാണോ നബി തങ്ങൾക്ക് വഹയായി ഇറക്കിയത്, ആ പെണ്ണാണിത്. തന്റെ ഭർത്താവിനെ കുറിച്ച് പരാതി പറയാൻ, ദുഹാറിന്റെ മസ്അല ഉമ്മത്തിനെ പഠിപ്പിക്കാൻ അവസരമുണ്ടായ ആ സംഭവത്തിന്റെ കാരണക്കാരിയായ ഖൗല ബിൻതു സഅലബ ബീവി റളിയല്ലാഹു അൻഹയാണിത് എന്ന് ഉമർ തങ്ങൾ, അല്ലാഹ് കേട്ട പെണ്ണാണിത്, പിന്നെ ഉമർ കേൾക്കണ്ടേ? അങ്ങനെ കുറെ നേരം അവരുടെ കൂടെ ഉമർ തങ്ങൾ സംസാരം കേട്ടിരിക്കുമായിരുന്നു പ്രായകാലത്ത്. ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാൻ ഈ കർട്ടന്റെ ബാക്കിലിരുന്ന് എൻ്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഖൗല ബീവി നബിതങ്ങളോട് സംസാരിച്ച ഈ കഥ ഞാൻ കേട്ടിട്ടില്ല. അതാണ് 7 ആകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അതീതനായ ഉലുവിലും അദമത്തിലുമുള്ള അല്ലാഹു ജല്ല ജലാലു റബ്ബ് തആല അലിയായ അല്ലാഹു അത് കേട്ടു. മിൻ ഫൗഖി 7 സമാവാത്. അങ്ങനെ ആയത്തിറങ്ങി, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. നിങ്ങളുടെ സംഭാഷണം അല്ലാഹു കേട്ടു നബിയേ എന്ന് സൂറത്തുൽ മുജാദല ഇറങ്ങാൻ കാരണമായ സംഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ അപ്പുറന്ന് കേട്ടിട്ടില്ല, അല്ലാഹു അത് കേട്ടു. അതാണ് നമ്മൾ ദ്വാരക്കുമ്പോഴേ നമ്മുടെ റൂമിൻ്റെ ഉള്ളൊന്നും എല്ലാം പറഞ്ഞാലും അല്ലാഹു അത് കേൾക്കും. ഇപ്പുറത്തെ റൂമിൽ തൊട്ടടുത്തിരിക്കുന്ന ആളത് കേട്ടിട്ടില്ലായിരിക്കാം, അവിടെ ഉറങ്ങുന്ന ആൾ കേട്ടിട്ടില്ലായിരിക്കാം, അടുക്കളയിലുള്ള ആൾ കേട്ടിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ മനസ്സിനെ കേൾക്കാൻ അല്ലാഹുവിന് കഴിയും എന്നതിൻ്റെ വലിയൊരു തെളിവാണ്, അടയാളമാണ് ഖൗല ബീവിയുടെ ഈ സംഭവത്തിൽ ആയത്തിറങ്ങിയത്. ഞാൻ കേട്ടിട്ടില്ല അപ്പുറത്തിരുന്നിട്ട്, പക്ഷെ അത് ആയത്തിറങ്ങിയപ്പോഴാണ് ഇതായിരുന്നു അവർ സംസാരിച്ചിരുന്നത് എന്ന വിഷയം ഞാൻ പോലും അറിയുന്നത് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അപ്പോൾ യാത്രാ സംഘങ്ങൾ വരുന്ന കാലമാണ്, നിവേദക സംഘങ്ങൾ ഹബീബായ നബിയെ കാണാൻ വരുന്ന കാലമാണത്. കാനത്ത് ഇന്നൽ വുഫൂദ കാനത്ത് തഫിദു അലൈഹി വതൻഅതു ലഹു നുഊദ്. നബി തങ്ങൾക്ക് അസുഖം വരുമ്പോൾ അവർ പല മരുന്നും പറഞ്ഞു കൊടുക്കും. ഫഅഹ്ഫദു ദാലിക് മിമ്മാ
കാന യുഖാലു വയൂസഫു ലിറസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിന് അവർ പറഞ്ഞു കൊടുക്കുന്ന മരുന്നുകൾ ഞാൻ അങ്ങനെ കേട്ടു പഠിക്കാറുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഹബീബായ നബി തങ്ങൾ തന്നെ മരുന്നുണ്ട്. തിബ്ബുൻ നബവി, ദ പ്രൊഫറ്റിക് മെഡിസിൻ. തിബ്ബുൻ നബവി എന്ന് പറഞ്ഞ കിതാബിനുണ്ട്. ഹബീബായ നബി തങ്ങൾ അസുഖങ്ങൾക്ക് മരുന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത പച്ചമരുന്നുകൾ, ഹബീബായ നബി തങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻസ്, അതൊക്കെ ഒന്ന് ലോകത്ത് വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പുണ്യനബിയുടെ തിബ്ബുൻ നബവി, ദ പ്രൊഫറ്റിക് മെഡിസിൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പണ്ഡിതയായി മാറിയിട്ടുണ്ട്. പണ്ഡിതയാണ്. ഒരു ഉമ്മത്തിന് മുഴുവനും സംസ്കാരം പഠിപ്പിച്ച മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഏറ്റവും വലിയ ദാനധർമ്മിഷ്ഠയായിരുന്ന മഹദി റളിയല്ലാഹു അൻഹാ. 1,00,000 ദിർഹം സ്വർണ്ണ നാണയം, വെള്ളി നാണയങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടുമുറ്റത്ത് മുആവിയ തങ്ങൾ കൊടുത്തയച്ചപ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്കും ആ 1,00,000 നാണയങ്ങൾ പാവപ്പെട്ടവർക്ക് ബീവി കൊടുത്തു തീർത്തിട്ടുണ്ടായിരുന്നു. അന്ന് ബീവിക്ക് സുന്നത്ത് നോമ്പാണ്. അപ്പൊ ബീവി അവിടുത്തെ വേലക്കാരിയോട് ചോദിച്ചു, ഇഫ്താറിന് എന്താ ഉള്ളത്, നോമ്പ് തുറക്കാൻ എന്താണുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉമ്മ വീട്ടിലൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണ് ചോദിച്ചു, അല്ല ഉമ്മ, 1 ദിർഹം, ഈ 1,00,000-ൽ 1 നിങ്ങൾക്ക് ഭക്ഷണത്തിനെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇറച്ചി കഷ്ണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. ബി പറഞ്ഞു, ഞാനത് കൊടുത്തു കഴിഞ്ഞു. വലാ തുഅന്നിചീനി, ഇനി എന്നെ കുറ്റം പറയല്ലേ, ഞാൻ കൊടുത്തു കഴിഞ്ഞു. നോക്കണം, നമ്മളൊക്കെ അവനവൻ്റെ വീട്ടിലത്തെ ചെലവും അവനവൻ്റെ കടം വീട്ടിയിട്ട് ബാക്കിയല്ലേ കൊടുക്കുള്ളൂ. അവനവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മിനിമം അത്രയെങ്കിലും ആവശ്യങ്ങൾ എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇത് കഴിച്ചിട്ടല്ലേ നമ്മൾ കൊടുക്കുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നോമ്പ് തുറക്കാനുള്ള ആ ഭക്ഷണം പോലും മറന്നിട്ട് ആ കൊണ്ടുവന്നത് മുഴുവനും ദാനം ചെയ്തു. അങ്ങനത്തെ മഹദിയാണ് നമ്മൾ ഈ പറയുന്ന ആയിഷ ബീവി എന്ന് പറയുന്ന മഹദി റളിയല്ലാഹു അൻഹ. ഭയങ്കര സ്വതക്കയാണ്. സ്വതക്ക അങ്ങനെ കൊടുക്കും, കിട്ടുന്നത് മുഴുവൻ കൊടുക്കും. നബിതങ്ങളുടെ ഭാര്യമാർ ഹബീബിന്റെ സൗജാത്തുകളായതിന്റെ പേരിൽ അന്നത്തെ ഭരണാധികാരികൾ ഉമ്മഹാത്തുൽ മുഅ്മിനീന് മാത്രം പ്രത്യേകമായ ഫണ്ട് അവർ ഖജനാവിൽ നിന്ന് കൊടുത്തയക്കുമായിരുന്നു. അത് അവരുടെ ചെലവിനുള്ളതാണ്. നബിതങ്ങളുടെ ഭാര്യമാർ ആരോടും കൈനീട്ടരുത്, അവർക്ക് വിഷമുണ്ടാവരുത്, അവർ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാവരുത്. കാരണം അള്ളാഹുവിന്റെ നിയമമാണ് ഹബീബിന്റെ ഭാര്യമാരെ മറ്റൊരാളും ഹബീബിന് ശേഷം വിവാഹം ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഹബീബിന്റെ വഫാത്തിന് ശേഷം അവരങ്ങനെയാണ്, ഒറ്റക്കാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ ചെലവുകൾ ഖുലഫാഉകൾ കൊടുത്തയക്കുന്ന ഇതുപോലെയുള്ള ഹദിയകളും ദാനങ്ങളുമായിരുന്നു. ആ കിട്ടുന്നതിൽ നിന്ന് മുഴുവൻ അങ്ങനെ വാരിക്കോരി സ്വതക്ക ചെയ്ത മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിക്ക് ഒരു വീടുണ്ടായിരുന്നു മദീനയിൽ. ആ വീട് ആരും അറിയാതെ ആയിഷ ബീവി ആ വീട് വിറ്റു. ആ വിറ്റ കാശ് മുഴുവൻ സ്വതക്കയും ചെയ്തു പാവപ്പെട്ടവർക്ക്. അത് അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന ആയിഷ ബീവി പോറ്റി വളർത്തിയ ജ്യേഷ്ഠത്തിയുടെ മകൻ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരറിഞ്ഞപ്പോ അദ്ദേഹം ഒന്ന് ദേഷ്യത്തിൽ പറഞ്ഞു, എന്ത് പരിപാടി, ഒരു വീട് നിങ്ങളുടെ വരുമാനമായി ഉണ്ടായിരുന്ന വീടല്ലേ ഉമ്മ, അത് ഞങ്ങളോട് ആരോടും പറയാതെ നിങ്ങൾ വിറ്റും ചെയ്തു, വിറ്റ കാശ് മുഴുവൻ സ്വതക്കം ചെയ്തു. ഇങ്ങനെ സ്വതക്കം ചെയ്ത് നിങ്ങൾ ജീവിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ബാക്കി വെക്കണ്ടേ? അത് പറഞ്ഞതിൽ ആയിഷ ബീവിയും അബ്ദുല്ലാഹി തങ്ങളും തെറ്റിയിട്ടുണ്ട്. കൊല്ലങ്ങളോളം തെറ്റിയിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, എന്നോട് അവനത് പറയാൻ പാടില്ലായിരുന്നു, എന്നോടങ്ങനെ. ആയിഷ ബീവി ചീത്ത പറഞ്ഞതല്ല, ബീവിയുടെ ഈ ദാനധർമ്മശീലം പരിധി വിട്ടുപോയപ്പോ പറഞ്ഞു പോയതാണ്. ഇങ്ങനെ എല്ലാം കൊടുത്ത് വിറ്റ് തീർക്കുകയാണോ? ആയിഷ പറഞ്ഞത് എന്റേതല്ലേ, അള്ളാന്റെ മാർഗത്തിലല്ലേ ഞാൻ കൊടുക്കുന്നത്. ഞാൻ ചെയ്യുന്ന ദാനത്തെ എന്തിനെന്റെ മകൻ ജ്യേഷ്ഠത്തിയുടെ മോൻ എന്തിനെന്നോട് അതിനെ സംബന്ധിച്ച് പിറുപിറുക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പ്രേമിണ്ടാതെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തെറ്റ് തീർന്നത് വേറെ ചരിത്രമാണ്, നമ്മൾ വേറെ വാതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെയായിരുന്നു. മാഷാ അല്ലാഹ്, അത്രയും വലിയ ദാനശീലയായ മഹദിയാണ്. അവർ ചെയ്ത ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനമാണ് സ്വന്തം ഖബറിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന സ്ഥലം റളിയല്ലാഹു അൻഹുവിന് കൊടുത്തത്. റൗളാ ഷരീഫ് എന്ന് നമ്മൾ പറയുന്ന അൽ ഹുജ്റത്തു ഷരീഫ, ശരിക്കും അതിന്റെ പേരതാണ് അൽ ഹുജ്റത്തു ഷരീഫ. പരിശുദ്ധമായ റൂം, പരിശുദ്ധമായ മുറി, പരിശുദ്ധമായ റൗള എന്ന് പറയുന്നത് ആ റൂമിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. മാ ബൈന ബൈതി വ മിമ്പരി റൗളത്തും മിൻ റിയാദുൽ ജന്ന. അത് നബി തങ്ങളുടെ ഖബറാണിപ്പോ. ആ വീട് ആയിഷ ബീവിയുടെ വീടല്ലേ. തങ്ങളെ വഫാത്തായപ്പോൾ തങ്ങൾ അവിടെ മറവ് ചെയ്തു. കാരണം പ്രവാചകന്മാർക്കൊരു നിയമമുണ്ട്, അവരെവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് ഖബർ കുഴിക്കേണ്ടത്.
എവിടെയാണോ വഫാത്താകുന്നത് മയ്യത്ത് കുളിപ്പിക്കാൻ ഇപ്പുറത്തേക്ക് മാറ്റി വെക്കാം. പക്ഷേ ഖബർ അവരെവിടെ കിടന്ന് മരിച്ചുവോ, അത് വീടാണെങ്കിൽ വീട്, അത് പള്ളിയാണെങ്കിൽ പള്ളി, അത് ഖബർസ്ഥാന, അത് സാധാരണ മണ്ണാണെങ്കിൽ അത് എവിടെയാണോ അവിടെ ഖബർ കുഴിക്കണം. അങ്ങനെയാണ് വഖദാലി. അതുകൊണ്ടാണ് നബി തങ്ങളുടെ ഖബർ അവിടെ വരാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ആകെ രണ്ടാൾക്കേ സ്ഥലമുള്ളൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന തന്റെ ഉപ്പ വഫാത്തായി. അത് അത്ഭുതം. തങ്ങൾ വഫാത്തായത് എത്രാമത്തെ വയസ്സില്? 63. സിദ്ദീഖ് എന്നിവർ വഫാത്തായതോ 63. ഉമർ എന്നിവർ വഫാത്തായതോ അതും 63. 3 പേര് ഒരുമിച്ച് അവിടെ കിടക്കണത്. അങ്ങനെ സിദ്ദീഖ് എന്നവര് അവിടെ വഫാത്തായി കിടക്കുമ്പോൾ ആയിഷ ബീവിക്ക് പ്രശ്നമൊന്നുമില്ല. ആയിഷ ബീവി സാധാരണ വീട്ടിലൊക്കെ നടക്കുന്ന പോലെ നടക്കും. കാരണം അവിടെ കിടക്കുന്നത് ആരാ? ഒന്ന് തന്റെ ഭർത്താവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആരാ? തന്റെ ഉപ്പയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾക്ക് വയറിന് കുത്തേറ്റ് ആ വലിയ പ്രയാസമുണ്ടായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നിവരെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, മോനെ വാപ്പ മരിക്കാൻ പോവാണ് കേട്ടോ, വാപ്പ ഇതിന്ന് രക്ഷപ്പെടുക, വയറൊക്കെ ഇങ്ങനെ കീറിപ്പറഞ്ഞ് കിടക്കുകയാണ്. ഒരാൾ ഉമർ തങ്ങളെ സ്റ്റാബ് ചെയ്തതല്ലേ. അങ്ങനെ പറഞ്ഞു, മോനെ ഞാൻ മരിക്കാൻ ആയിട്ടുണ്ട്, അതുകൊണ്ട് ആയിഷ ബീവിയോട് പോയിട്ടൊന്ന് ചോദിക്കണം, ആയിഷ ബീവിയോട് പോയിട്ടൊന്ന് ചോദിക്കണം മോനെ, വാപ്പാക്ക് ഉമർ എന്നവർക്ക് അവിടെ സ്ഥലം തരുമോ? മഹാന്മാരുടെ ഹളറത്തിന് പുണ്യമുണ്ട്, മഹാന്മാരുടെ സ്ഥാനത്തിന് മഹത്വമുണ്ട്. ഏതെങ്കിലും പള്ളിക്കാട്ടിൽ അവിടെ ജന്നത്തുൽ ബഖീഅ ഉണ്ട്, അവിടെ പോയി കിടന്നാൽ മതി. പക്ഷേ ഉമർ തങ്ങൾ ആഗ്രഹിച്ചു റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ കിടക്കണം, ഹബീബിന്റെ സ്വാഹിബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കിടക്കണം. അതിന് ആയിഷ ബീവി സമ്മതം തരണം. ആയിഷ ബീവിന്റെ വീടാ, അവിടെ ഇനി ഒരാൾക്കുള്ള ഖബറേ ഉള്ളൂ. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ മറവ് ചെയ്യപ്പെടും എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും അന്നവിടെ ഒരാൾക്കുള്ള ഖബറേ ഉള്ളൂ, ഒരാൾക്കുള്ള സ്ഥലമേ ഉള്ളൂ. ചോദിച്ചു ഉമ്മ, വാപ്പ ചോദിക്കുന്നു, വാപ്പ എന്ന് പറഞ്ഞാൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, സിദ്ദീഖ് തങ്ങളുടെയും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെയും കൂടെ ഇവിടെ മറവ് ചെയ്യാൻ ആയിഷ ബീവി നിങ്ങൾ അനുവദിക്കുമോ? ആയിഷ ബീവി ഇങ്ങനെ തലതാഴ്ത്തിയിരുന്നു. ബീവിക്ക് അവിടെ കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന് വാപ്പയാണ്, ഒന്ന് ഭർത്താവാണ്. ആ സ്ഥലമാണ് ബീവി മാറിക്കൊടുത്തത്. എന്നിട്ട് ബീവി ജന്നത്തുൽ ബഖീ പോയി കിടക്കുന്നു. യാ അല്ലാഹ്, കുറേ നേരം തലതാഴ്ത്തി നിന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ ഞാനത് ആഗ്രഹിച്ച സ്ഥലമാണ് എനിക്ക്, പക്ഷേ ഉമർ എന്നവർ ചോദിച്ചില്ലേ, ഞാൻ കൊടുക്കുകയാണ്. ഉമർ തങ്ങൾ വീണ്ടും സന്തോഷം പറഞ്ഞു, മോനെ ഒന്ന് വാപ്പാ, ആയിഷ ബീവി സമ്മതിച്ചിട്ടുണ്ട്. ഉമർ തങ്ങൾ സന്തോഷം, വയറിങ്ങനെ കീറിപ്പറിഞ്ഞ് കിടക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു, ആ കുത്തുകൊണ്ടിട്ട് നിസ്കരിക്കുമ്പോഴല്ലേ കുത്തേറ്റത്. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, മോനെ ഞാനിപ്പോ കണ്ണടക്കും, ഞാൻ ലോകത്തോട് വിട പറയാൻ. എന്റെ ജനാസ മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ആയിഷ ബീവിയുടെ വീടിന്റെ മുമ്പിൽ ഒന്നുകൂടെ വെക്കണം. ഒരു പക്ഷേ ബീവിക്ക് മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമം, ഇനി മനസ്സ് മാറുക, ഇനി വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു മനം മാറ്റം ബീവിക്കുണ്ടായെങ്കിലോ, അതുകൊണ്ട് എൻ്റെ ജനാസ ബീവിയുടെ വീടിന്റെ മുമ്പിൽ ഇറക്കി വെക്കണം. എന്നിട്ടൊന്നുകൂടെ പോയി ചോദിക്കണം, യാ ഉമ്മാ, ഉമ്മാ എൻ്റെ വാപ്പയെ ഇവിടെ അടക്കം ചെയ്തോട്ടെ എന്ന് ആയിഷ ബീവിയോട് ഒന്നുകൂടെ ചോദിക്കണം. സമ്മതം തന്നാൽ എന്നെ അവിടെ വെക്കണം, അതാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ എന്നെ മുസ്ലിമീങ്ങളുടെ മഖ്ബറയിൽ കൊണ്ടുപോയി മറവ് ചെയ്തേക്കണം എന്ന് പറഞ്ഞ ജന്നത്തുൽ ബഖീൽ മദീന പള്ളിയിൽ തൊട്ടടുത്തുള്ള മഖ്ബറയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിനും സമ്മതിച്ചു. അതുകൊണ്ട് ആലിമീങ്ങൾ പറയും, ലോകത്ത് ഇത്രമേൽ വലിയൊരു ദാനം ചെയ്ത, ഒരു സാക്രിഫൈസ്, ഒരു ത്യാഗം ചെയ്ത സംഭവം ഇനി ലോകത്തില്ല. കാരണം ഹബീബിന്റെ കൂടെ കിടക്കാൻ ഭാഗ്യമുണ്ടാകുമായിരുന്ന ഒരു അനുഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആർക്ക് വേണ്ടി വിട്ടുകൊടുത്തു? ഉമർ തങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് ആയിഷ ബീവി പറയുന്നു, ആ റൂമിലേക്ക് എൻ്റെ വാപ്പയെ, എൻ്റെ ഭർത്താവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോ ഞാനൊരു അന്യപുരുഷന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ എങ്ങനെയാണോ എന്റെ ശരീരം മറച്ചുകൊണ്ട് ഞാൻ പോകുന്നത്, ഞാൻ ഉമർ എന്നവരെ കടത്തിയതിന് ശേഷം ആ റൂമിലേക്ക് ഞാൻ അങ്ങനെയാണ് പോയിരുന്നത്. സ്വഹീഹായ ഹദീസല്ലേ. എന്തിന്? ആദ്യം ഞാൻ വിചാരിച്ചു എൻ്റെ ഉപ്പയല്ലേ, എൻ്റെ വാപ്പയല്ലേ, ഇനി കിടക്കുന്നത് ഉമർ എന്നവരാണ്, അത് അന്യപുരുഷനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരം മറക്കണം, അച്ചടക്കം പാലിക്കണം, എൻ്റെ വസ്ത്രവിധാനങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ ഒരു അന്യപുരുഷന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണോ ഹിജാബ് ധരിച്ചു പോയിരുന്നത്, അങ്ങനെയാണ് ഉമർ എന്നവർ കടന്നതിന് ശേഷം ഞാൻ ആ റൂമിലേക്ക് പോയിരുന്നത് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ.
പെണ്ണുങ്ങളെ കല്യാണമാകുമ്പോഴും തക്കാരാകുമ്പോഴും നമ്മൾ പറഞ്ഞതൊക്കെ അഴിച്ചു വെച്ചിട്ടൊരു വസ്ത്രവിധാനങ്ങളിലൊക്കെ ഒരു വലിയ സമൂലമായ മാറ്റം ചെയ്ത് നമ്മുടെ ഔറത്തും ശരീരത്തിൻ്റെ ഭംഗിയും കാണിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവാറില്ലേ? ടൗണിലേക്കും മറ്റു ഏതെങ്കിലും സെലിബ്രേഷനിലേക്കൊക്കെ നമ്മൾ ചെല്ലുന്ന സമയം നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രവിധാനം, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ദീൻ, അത് നിങ്ങൾ അഴിച്ചു വെക്കല്ലേ, അത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യല്ലേ. മയ്യത്തായി കിടക്കുന്ന ഉമർന്നവരുടെ മുമ്പിലേക്കാണ് ആയിഷ ബീവി വരുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്തെ കഥയല്ല ഈ പറയുന്നത്, മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഖബറിൽ കിടക്കുകയാണ്. പക്ഷെ അവിടെ ജീവിതമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നവരെന്ന് ആലോചിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞ വാക്കാണിത്, ഇല്ലാ വഅന മഷ്ദൂദത്തുൻ അലയ്യ സിയാബി. എൻ്റെ വസ്ത്രം മുഴുവനും ഞാൻ എൻ്റെ ദേഹത്ത് വലിച്ചു മുറുക്കി കെട്ടിയിട്ടാണ് ഞാൻ പിന്നെ ആ റൂമിലേക്ക് കടക്കാറുണ്ടായിരുന്നത്, ഉമർ എന്നവരുള്ളതിൻ്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ ദാനം ചെയ്ത, ത്യാഗം ചെയ്ത ഉമ്മയാണ് നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് പാഠങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രവിധാനം, മോഡലുകളും ഫാഷനുകളും ടെക്സ്റ്റൈൽസുകളൊക്കെയാണ് ഇത് ഇറക്കിയത്. അവരുടെ ഒരു മാർക്കറ്റിംഗ് ആണ്. വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ അവർ പുറത്തിറക്കും. പലതും ഡമ്മിയിൽ അവർ കാണാൻ പറ്റും നമുക്ക്. അപ്പം നമുക്ക് നല്ല അടിച്ചുപൊളി വസ്ത്രങ്ങൾ എന്ന് തോന്നും. മക്കൾക്കൊക്കെ ആഗ്രഹമുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ അന്യപുരുഷന്മാർക്കിടയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കൃത്യമായ ഔറത്തും ദീനിൻ്റെ അച്ചടക്കവും പാലിച്ചുകൊണ്ടുള്ള വസ്ത്രവിധാനത്തിലേ ഇറങ്ങാവൂ. അള്ളാഹു നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഷിഫാ ബിൻതു അബ്ദുല്ലാഹിൽ അദവിയ റളിയല്ലാഹു അൻഹാ. സ്വഹാബിയത്തായ ഒരു പെണ്ണാണ്, മഹദിയാണ് ഷിഫാ ബീവി. പേര് ഷിഫാന. നോക്കണേ, ഷിഫാ ബീവി ആണെങ്കിലോ രോഗം വന്ന ആളുകൾക്ക് ഷിഫക്ക് കാരണമായ റുഖിയ ചെയ്തിരുന്ന മഹദിയാണ്. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചൂതി കൊടുക്കുക. മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ എന്താ മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ? മെല്ലെ പറയാന്നല്ലേ, ചെവിയിൽ മന്ത്രിച്ചു എന്നല്ലേ, മെല്ലെ പറഞ്ഞു എന്നല്ലേ അർത്ഥം. ആയത്തുകളും ദുആകളും അദ്കാറുകളും ഷിഫാഇൻ്റെ ആയാത്തുകളുമൊക്കെ മെല്ലെ ഓതിയിട്ട് രോഗിയുടെ തലയിലോ മുറിവിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ പാനീയത്തിലോ ഊതിക്കൊടുക്കുന്നത് അത് ഷിഫാഇൻ്റെ ഒരു കാരണമാണ്. അത് മാത്രം ചെയ്യണം, വേറൊന്നും ചെയ്യരുത് എന്നൊരിക്കലും ക്ഷണിക്കാൻ പാടില്ല. 7 ഫാത്തിഹ ഓതിയാൽ ഒരുവിധം വിഷമടക്കം ഇറങ്ങുന്നതാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കാണാൻ പറ്റും. റുഖിയെ സംബന്ധിച്ച് വന്ന ഹദീസ്. പാമ്പ് കടിച്ചിട്ട് ഇന്ന സയ്യിദൽ ഖൗമി സലീം, ആ ഒരു കുടുംബനാഥന് പാമ്പ് കടിയേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരൊരു യാത്രാസംഘം ഒരു നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ഗ്രാമക്കാര് വന്ന്, ആ ഗ്രാമീണർ, ഗോത്രത്തലവൻ പാമ്പ് കടിച്ചിരിക്കുന്നു എന്ന് വന്ന് പറഞ്ഞിട്ട് ഹൽ മിൻകും മിൻ റാഖ്, നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിച്ചൂതുന്നവരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് വലിയ വിഷമുണ്ടായിരുന്നു. അവര് വിശന്ന് നടക്കുകയാണ്. ആ നാട്ടുകാരും അവർക്ക് അന്നവും വെള്ളവും ഒന്നും കൊടുത്തില്ല, അതിന്റെ സൗകര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പൊ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളിൽ മന്ത്രിച്ചൂതുന്നവരുണ്ട്. അവർക്കത് അറിഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല. ഖുർആനിന്റെ കൂടെ എന്നാ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഊതിത്തരാം, പക്ഷേ നിങ്ങളുടെ രോഗം മാറിയാൽ ഞങ്ങൾ പട്ടിണി കിടന്ന് ജീവിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങൾ നൽകണം. അത് തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തരാന്ന് പറഞ്ഞു. തരാ, എന്താ വേണ്ട? ഖത്തിഅം മിനൽ ഗനം, ഒരു കൂട്ടം ആ ആട് വേണം എന്ന് പറഞ്ഞു. ഒരു വലിയൊരു യാത്രാസംഘമാണ് ഇവര്. അവർ പറഞ്ഞു, ഞങ്ങൾ തരാം, ഞങ്ങളുടെ നേതാവിന്റെ രോഗങ്ങൾ ശിഫയായാൽ മതി എന്ന് പറഞ്ഞു. പാമ്പ് കടിച്ചതാ, കൊണ്ടുവന്ന് കിടത്തി. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണിത്. മന്ത്രിച്ചൂതി എന്താ ഊതിയെന്നറിയോ? 7 തവണ ഫാത്തിഹ. 7ാമത്തെ തവണ അങ്ങ് ഊതിയപ്പോ ബോധം കെട്ട് ശരീരമാസകലം പോയിസൺ ബാധിച്ചുകൊണ്ട് കിടക്കുന്ന ഈ മനുഷ്യൻ എണീറ്റു കഅന്നമാ നശിത മിൻ ഇഖാൽ. ബോധം കെട്ട് വീണ മനുഷ്യന് ബോധം തെളിയുന്ന പോലെ അയാൾ എഴുന്നേറ്റിരുന്നു. അങ്ങനെ അവർക്ക് ആടും പറ്റത്തെ കൊടുത്തു. ആട്ടിൻപറ്റങ്ങളെയും കൊണ്ട് തെളിച്ചു പോകുന്നു ഹബീബിന്റെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് ചോദിച്ചു, നബിയേ
അവരാദ്യം പറഞ്ഞു, ഇത് ആരും തുടരുത്, ആടിനിറക്കേ അതിന്റെ പാല് കറക്കേ ഒന്നും ചെയ്യരുത്, കാരണം ഇത് നമ്മൾക്ക് പറ്റൂലേ എന്ന് തങ്ങളോട് പോയി ചോദിച്ചിട്ട് ചെയ്യാം. അങ്ങനെ ആടും പറ്റങ്ങളെയും തെളിച്ചുകൊണ്ടാ കൊണ്ടുപോയത്. തങ്ങളോട് കഥ പറഞ്ഞു, നബിയെ വമാ അദ്റാക അന്നഹാ റുഖിയ, അബൂ സഈദേ നിങ്ങൾ ചെയ്തത് തന്നെയാണ് റുഖിയ. ഇതിനാ റുഖിയ എന്ന് പറയാം, മന്ത്രിച്ചൂത എന്ന് പറയാ. നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണോ സ്വാലിഹായ ഒരു ആണോ അവരുടെ നാവിലൂടെ ശുദ്ധമായ വായയാണ് എന്ന് പറഞ്ഞാൽ നുണയും വഞ്ചനയും ഗീബത്തും നമീമത്തൊന്നും പറയാത്ത മനുഷ്യനാണ്. അത്തരം ആളുകൾ അള്ളാഹുവിന്റെ നാമം അള്ളാഹുവിലേക്ക് ഖൽബ് കൊടുത്ത് ഇഖ്ലാസോടുകൂടെ 7 ഫാത്തിഹ ഒരു ഗ്ലാസ് വെള്ളത്തിലോ മറ്റോ ഊതിക്കൊടുത്താൽ രോഗിക്ക് ശിഫ കിട്ടിയിരിക്കുന്ന അള്ളാഹുവിന്റെ ഖലാ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് അനുഭവങ്ങളുണ്ടതിൽ. പക്ഷെ തങ്ങൾ പറഞ്ഞു, തദാവൂ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ പടപ്പുകളെ രോഗത്തിന് മരുന്ന് കുടിക്കണം, ആശുപത്രിയിൽ പോകണം. നബി നിങ്ങൾ പറഞ്ഞു ആശുപത്രിയിൽ പോകണം, ഡോക്ടറെ കാണണം. തങ്ങൾ കണ്ടിട്ടുണ്ട്, ഡോക്ടർ ഹാരിസ് ഇബ്നു കിൽദ എന്ന് പറയുന്ന വലിയൊരു ഡോക്ടർ ഹബീബിനെ കാണാൻ വന്നിട്ടുണ്ട്, തങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഡോക്ടർമാർ നബി തങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മന്ത്രിച്ചൂതുകയും വേണം, രണ്ടും വേണം. മന്ത്രിച്ചൂതരെ മാത്രം മതി, മരുന്നുടിക്കേണ്ട അങ്ങനെയും പറയരുത്. മരുന്നുടിച്ചാൽ മാത്രം മതി, റുഖിയ ചെയ്യരുത് അങ്ങനെയും പറയരുത്. രണ്ടും ചെയ്യണം, രണ്ടും കൂലിയുള്ള കാര്യമാണ്. തദാവൂ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ പടപ്പുകളെ നിങ്ങൾ മരുന്ന് കുടിക്കണേ. നമ്മുടെ ഹബീബ് നമ്മളോട് പറയാ, ഫഇന്നല്ലാഹ ലം യളഅ ദാഅൻ ഇല്ലാ വവദഅ ലഹു ദവാ. ഏത് രോഗത്തിനും അല്ലാഹു തആല മരുന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ മരുന്ന് അലിമഹു മൻ അലിമ, അത് അറിയുന്നവർക്കറിയാം, വജഹിലഹു മൻ ജഹില, അറിയാത്തവർക്ക് ആ മരുന്ന് അറിയില്ല. പക്ഷേ മരുന്നുണ്ട്, മരുന്നില്ല എന്ന് പറയരുത്, മരുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തണം. ആ ഒരൊറ്റ ഹദീസ് കൊണ്ടാണ് മഹാനായ ഇബ്നു നഫീസ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ കുറിച്ചുള്ള പഠനം നടത്തിയത്. ആ ഒരു പഠനമാണ് അബുൽ ഖാസിം അസ്സഹ്റാവി എന്ന് പറയുന്ന മെഡീവൽ കാലഘട്ടത്തിലെ ഇസ്ലാമിക പണ്ഡിതൻ സർജറി നടത്തിയത്. സർജിക്കൽ ടൂൾസ് കണ്ടെത്തിയ ആളാണ് ഇദ്ദേഹം. ആ ഒരു ഹദീസിന്റെ പേരിലാണ് ഇബ്നു സീനയുടെ ഖാനൂൻ ഫി തിബ് എന്ന കിതാബ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ലോകത്ത് അബൂബക്കർ റാസിയുടെ പഠനങ്ങൾ നടക്കുന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ രോഗത്തിനും അല്ലാഹ് ശിഫ വെച്ചിട്ടുണ്ട്. അത് വല്ലാത്തൊരു അത്ഭുതമുള്ള ഹദീസാണ്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില, അത് അറിയുന്നവർക്കറിയാം, അറിയാത്തവർക്കറിയില്ല. പക്ഷേ എല്ലാ രോഗത്തിനും അല്ലാഹ് മരുന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷിഫാഇന്റെ കാരണങ്ങളിൽ വലിയൊരു കാരണമാണ് റുഖിയ. റുഖിയ ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ചു കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും തലവേദനയോ പനിയോ വന്ന് വേഗം നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ഉമ്മമാർക്ക് ഒരു 7 ഫാത്തിഹ ഓതി തലയിൽ ഊതി കൊടുക്കാം, വാപ്പാർക്ക് അത് ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ഉസ്താദുമാരോ ആലിമീങ്ങളോ സയ്യിദന്മാരോ ഉണ്ടെങ്കിൽ റാഹത്തായി. നിങ്ങളൊക്കെ അത് പരീക്ഷിക്കണം എന്നല്ല, അത് ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ മരുന്നെടുത്തോ, പാരസെറ്റമോൾ കൊടുത്തോ, അഡോൾ കൊടുത്തോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ റുഖിയ അതൊരു ബറക്കത്താണ്, അതൊരു ബറക്കത്താണ് റുഖിയ. അങ്ങനെ റുഖിയ ചെയ്തിരുന്ന ഒരു സഹാബിയത്താണ് ഷിഫാ ബിൻതു അബ്ദില്ലാഹിൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. അവർ എഴുത്തും വായനയും അറിഞ്ഞിരുന്ന സാക്ഷരതയുള്ള പണ്ഡിതയായിരുന്നു. അങ്ങനെ അവർക്ക് എഴുത്തും വായനയും അറിയുമെന്ന് നബി തങ്ങൾ അറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എൻ്റെ ഭാര്യയായ ഹഫ്സ ബീവിക്ക്, ഹഫ്സ ബീവി ആരാ? ഉമർ റളിയല്ലാഹുവിന്റെ മോളാണ്. ഉമർ തങ്ങളുടെ മോളാണ് ഹഫ്സ ബീവി, നബിയുടെ ഭാര്യയായ ഹഫ്സ ബീവിക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഹഫ്സ ബീവിക്ക് ട്യൂഷൻ എടുക്കാൻ നിങ്ങൾ വരണേ എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ഹഫ്സക്ക് നിങ്ങൾ എഴുത്തും വായനയും പഠിപ്പിക്കണേ എന്ന് ഷിഫാ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞത് ഹദീസിലുണ്ട്. ബീവി നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയെ ഞാൻ റുഖിയ ചെയ്യുന്ന പെണ്ണാണ്, റുഖിയ ചെയ്യുന്ന പെണ്ണാണ്. പാമ്പ് കടിച്ചതും വിഷം കയറിയതും സിഹർ സംഭവിച്ചതും കണ്ണേറ് കൊണ്ടതും ഒക്കെ ഉണ്ട്, അതൊക്കെ ദീനിലുള്ള കാര്യങ്ങളാണ്. കണ്ണേർ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് വലിയ അന്ധവിശ്വാസമാണ് എന്ന്. അൽ ഐനു ഹഖ്ഖുൻ ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്, കണ്ണേറ് സത്യമാണ്. എന്നെ അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നാൽ മതി. അങ്ങനെ സംഭവം ഉണ്ട്. എന്താണത് എന്ന് ഒരു ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റൂല. ചില ആളുകളുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ, ചില ആളുകളുടെ ചില നോട്ടങ്ങൾ, അതിലൂടെ പിശാചിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് സത്യമാണ്, അത് വിശ്വസിക്കുന്നതിന് 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമിനൊന്നും ഒരു കുഴപ്പമില്ല. അത് 40-ാം നൂറ്റാണ്ടിലും വിശ്വസിക്കാൻ ഒരു കുഴപ്പമില്ല. അത് ഹഖാൻ, ഹബീബിന്റെ ഹദീസാണത്. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. നാട്ടിലുണ്ടാവും അതിൻ്റെ അനുഭവങ്ങളൊക്കെ. ചില ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് നല്ല കാഴ്ച കിടക്കും, തെങ്ങ് എന്താ ഇപ്പം ഇങ്ങനെയല്ലേ, കുട്ടികളും മക്കളായിട്ട് കുറേ ഉണ്ടല്ലോ, 2 ദിവസം കൊണ്ടങ്ങ് ഒഴിഞ്ഞു വീഴുന്നതൊക്കെ. പിന്നെ തെങ്ങിൽ ജന്മത്തിൽ അതിൽ കായ ഉണ്ടാവില്ല. ചില ആളുകൾ അങ്ങനെയാണ്, അവർക്കത് പറയാതിരിക്കാം. അവരെന്ത് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി, അത് പറഞ്ഞാൽ ആ കേട് തീരും. പക്ഷെ അവർക്ക് പറയാൻ തോന്നൂല.
എന്തെങ്കിലും ചെറിയ കുട്ടികൾക്ക് മാഷാ അള്ളാ എന്ന് പറയാണ്ട് നല്ല മൊഞ്ചുള്ള കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് പിന്നെ അസുഖങ്ങളോട് അസുഖം. ചില ആളുകൾ, ഇത് അന്ധവിശ്വാസമല്ല, ഇത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്, തങ്ങളുടെ ഹദീസാണിത്. പിന്നെന്താ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം? അൽ ഐനു ഹഖ്ഖുൻ, അത് സത്യമാണ്. ഒരു സ്വഹാബി തല കറങ്ങി വീണിട്ടുണ്ട് നബി തങ്ങളുടെ കാലത്ത്. സഹൽ റളിയല്ലാഹു അൻഹു തല കറങ്ങി വീണു. ഒരു കുളം ഉണ്ടായിരുന്ന മദീനത്ത്, അത് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത്. മുമ്പ് കുപ്പായ കഴിച്ചപ്പോൾ നല്ല ഭംഗിയുള്ള മനുഷ്യനായിരുന്നു, നല്ല തൊലി നിറമുള്ള ആളാ. ആരോ ഒരു കണ്ണൻ അവിടെ ഉണ്ടായിരുന്നു. ഇവരങ്ങ് തല കറങ്ങി വീണു. അങ്ങനെ സ്വഹാബികൾ ഇവരെ നബി തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തി. നബി തങ്ങൾ ചോദിച്ചു, എന്താ സംഭവിച്ചത്? പറഞ്ഞു, നബിയെ കുളിക്കാൻ വേണ്ടി നല്ല റാഹത്തിൽ ഇറങ്ങിയതാ, പിന്നെ വീണടക്കണതാ കണ്ടത്. തങ്ങളിങ്ങനെ ചോദിച്ചു, ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ, എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞു. അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അയാളെ വിളിക്കുമെന്ന് പറഞ്ഞു. തങ്ങൾ അയാളോട് വരാൻ വേണ്ടി പറഞ്ഞു. തവല്ല, വുളു എടുക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അയാളുടെ വുളുഇന്റെ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിക്കാൻ പറഞ്ഞു. മുഖം കഴുകുമ്പോൾ ആ ഉറ്റുന്ന വെള്ളം എടുത്തു, കൈ കഴുകി, തല കാലൊക്കെ കഴുകി ആ വെള്ളമൊക്കെ എടുത്തു. എന്നിട്ട് ഈ ബോധം കെട്ട് കിടക്കുന്ന മനുഷ്യന്റെ ദേഹത്ത് വിതറാൻ വേണ്ടി പറഞ്ഞു, സ്പ്രേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അയാളെ കഴിക്കുന്നു. തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു സഹോദരൻ അല്ലാഹു ഒരു നിഅമത്ത് ചെയ്താൽ ഫബർരികൂ, ബാറക്കല്ലാഹ് എന്ന് പറയണം. നമ്മളെക്കാളും ആരോഗ്യവും ഭംഗിയും ചൊറുക്കൊക്കെ ഉണ്ടെങ്കിലേ ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നാ പറയാ. ചൊറുക്ക് എന്നല്ല പറയാ, കണ്ണറായി പോകും. ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെക്കാളും അനുഗ്രഹമുള്ള ആളുകളെ കാണുമ്പോൾ ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ഭംഗിയുള്ള പുതിയാപ്പിളയും പുതിയ എണ്ണുമാണ്, നല്ല ചേർച്ചുള്ള ഭാര്യയും ഭർത്താവും അല്ലേ, ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അങ്ങനെ പറയാ, എന്നല്ലാതെ കണ്ണു കുളിച്ചു പോരരുത്.